الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم والذين من قبلكم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. ബഹുമാന്യ മുഅ്മിനീകളെ, മുഅ്മിനത്തുകളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുക. ഒരു മാസക്കാലത്തെ റമദാനിൻ്റെ വ്രതവും അതിനോടനുബന്ധിച്ച കുറേ ഇബാദത്തുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അത് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളികളിൽ ആളുകൾ നിറഞ്ഞു നിന്നു. ക്ലാസുകൾ പരിധിവരെ ആളുകളെല്ലാം അവയിൽ സംബന്ധിച്ചിരുന്നു. നമസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ കണിശത പാലിക്കാനും തൊട്ടു മുമ്പിലും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ കൃത്യത അത് പാലിച്ചുകൊണ്ട് തന്നെ അത് നിർവഹിക്കാനും ഏറെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാൻ അർഹരല്ലാത്ത ആളുകൾ സദഖ എമ്പാടും നൽകി. സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾ സൂക്ഷ്മമായി അത് കൈകാര്യം ചെയ്തവരും അല്ലാത്തവരും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത് നൽകിയതിൻ്റെ പുറമെ സദഖകൾ അതിലെമ്പാടും നൽകി ആത്മീയമായ സമാധാനവും നിർവൃതിയും നേടിയവരാണ് നമ്മൾ. ഇസ്തിഗ്ഫാറിൻ്റെ കാര്യത്തിൽ പാപമോചനത്തിൻ്റെ വലുദോഷങ്ങളുടെ പാപമോചനത്തിൻ്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ കണിശത പാലിച്ചു. പാതിരാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് പടച്ച തമ്പുരാനോട് നമ്മളുടെ മനസ്സിൻ്റെ വേദനകളും പ്രയാസങ്ങളും നമ്മൾ അറിയിച്ചു. അപ്രകാരം ചെറുതും വലുതുമായ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇസ്തിഗ്ഫാറും തൗബയും നടത്തി. കഴിഞ്ഞുപോയ ജീവിതത്തിലെ രഹസ്യ പരസ്യ കാര്യങ്ങളൊക്കെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ സ്വകാര്യമായി തന്നെ നമ്മൾ നിരത്തിവെച്ചു. മണിക്കൂറുകൾ നീണ്ട നമസ്കാരങ്ങളിലും
പ്രാർത്ഥനകളിലുമൊക്കെ നമ്മൾ വ്യാപൃതരായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിവിൻ്റെ പരമാവധി അതിൽ പങ്കാളികളായവരും അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചവരും അങ്ങനെ എമ്പാടും ആളുകൾ ആ വിഷയത്തിലും വ്യാപൃതരായി. ഇഫ്താറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എൻ്റെ വകയാകണം എന്ന് വിചാരിച്ച് പള്ളികളിലെ ഇഫ്താറുകൾ എല്ലാം മറന്നുകൊണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾ പരിഗണിക്കാതെ തന്നെ അങ്ങനെ അതിൽ വ്യാപൃതരാകുകയും അതിന് സംഖ്യ ചെലവഴിച്ച് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ഇത്ര പ്രതിഫലമുണ്ടല്ലോ എന്നതിനു വേണ്ടി ശ്രദ്ധിക്കുകയും അക്കാര്യങ്ങൾ നമ്മൾ കൃത്യമായും നമ്മളിൽ പലരും അതിനെ വാശി പിടിച്ച് സന്തോഷത്തോടെ മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനും നിങ്ങളുമാകുന്ന എല്ലാവരും ഉദ്ദേശിച്ചാൽ വളരെ കൃത്യമായി പടച്ചതമ്പുരാനുമായി അടുക്കാനുള്ള മാനസികമായ അടുപ്പത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾക്കാവും എന്നാണ്. അത് നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസമല്ല ഒരു മാസക്കാലം പ്രാവർത്തികമാക്കി. അല്ലാത്തവർക്ക് നഷ്ടം ഈ റമദാൻ ലഭിക്കുമോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലൂടെ അള്ളാഹു വിവരിച്ച സകല കാര്യങ്ങളും എല്ലാം ഈ നോമ്പിന് അങ്ങനെ ഒരു സവിശേഷത ഉണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണോ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ഈമാനും ഇസ്ലാം കാര്യങ്ങളും നിലനിർത്താൻ ആവശ്യമായത് ചെയ്യേണ്ടത് അതെല്ലാം ഈ റമദാനിൽ സമ്മേളിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരൊറ്റ മാസക്കാലം കൊണ്ട് നമ്മൾ എല്ലാവരും പ്രാവർത്തികമാക്കി. മുഅ്മിനുകളായ ആളുകൾ അടിമുടി പ്രാവർത്തികമാക്കി. ക്ഷമ ജീവിതത്തിലൊരിക്കലും ഇല്ലാത്ത ആളുകൾക്ക് വരെ ഏറെ ക്ഷമ കൈക്കൊള്ളേണ്ടി വന്നു. പട്ടിണിയുടെ ലോകം എന്താണ് എന്ന് ആസ്വദിക്കാൻ സാധിച്ചു. ജീവികളായ അല്ലെങ്കിൽ സഹോദരങ്ങളായ മുഅ്മിനുകളുടെ വേദനകളെ സംബന്ധിച്ച് ഒരു നിമിഷമെങ്കിലും നമ്മളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ അതിന് സ്ഥാനമുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഈ റമദാൻ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് സിദ്ധിക്കുമെന്ന സവിശേഷതയും അവസാനം ആ ഒരു ലൈലത്തുൽ ഖദ്ർ കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗമെന്ന് പ്രതീക്ഷിച്ച് 10 ദിവസം അതിനു വേണ്ടി മെനക്കെട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകൾ അതിനനുസരിച്ച് അവർക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. അത്ര വരെ ഊണും ഉറക്കും ഒഴിച്ച് നമ്മൾ കൃത്യമായും ആ കൂലി നേടാൻ വേണ്ടി കഠിനാധ്വാനം നടത്തി. ഇനി കുറെ പ്രവാചകന്മാരുടെ ചരിത്രം, 6ഓളം പ്രവാചകന്മാരുടെ ചരിത്രം സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു. എന്നിട്ട് അവരുടെ സവിശേഷതകളെ എടുത്തു പറഞ്ഞു. എന്നിട്ട് അവരുടെ അനുയായികളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. فخلف من بعدهم خلف أضاعوا الصلاة. ആ പ്രവാചകന്മാർക്ക് ശേഷം പിൻഗാമികളായിട്ട് കുറച്ചാളുകൾ വന്നു. അവരുടെ അതേ കാര്യങ്ങൾ, അവർ ദഅവത്ത് നടത്തിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടവരായ ആളുകൾ പിന്നീട് അളാഉ സ്വലാത്ത്, നമസ്കാരം അവർ പാഴാക്കി കളഞ്ഞു. വത്തബഉ ശഹവാത്ത്, അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി. നോക്കണം, നമ്മൾ ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളുണ്ടല്ലോ, അത് റമദാനിന്റെ ശേഷം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ജമാഅത്ത് നമസ്കാരങ്ങളോ സുന്നത്ത് നമസ്കാരങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളിൽ തുടക്കം കുറിക്കും. എന്നിട്ട് രണ്ടാമതായി വത്തബഉ ശഹവാത്ത്, ഇച്ഛകളെ, മനുഷ്യന്റെ മനസ്സിനുണ്ട് തോന്നിപ്പിക്കലുകളുണ്ടല്ലോ, തെറ്റായ കാര്യങ്ങൾ, അതിനെ അവർ പിൻപറ്റി. ഫസൗഫ യൽഖൗന ഗയ്യാ, ഇതിന്റെ ഭീതിതമായ അവസ്ഥ പിന്നീട് അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതായത് ഈ ശീലിച്ച ശീലങ്ങളും ഇബാദത്തുകളും കാറ്റിൽ പറത്താതെ അശ്രദ്ധമായി ജീവിക്കാത്തവരായിരിക്കണമെന്നർത്ഥം. അതാണ് നേരത്തെ പ്രവാചകന്മാരഖിലവും ചരിത്രം പ്രവാചകന്മാരുടേത് പറഞ്ഞ ശേഷം പിൽക്കാലക്കാരായ ആളുകൾ ആ പ്രവാചക ചര്യയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണം എന്ന നിലയിൽ ഖുർആൻ എടുത്തു പറഞ്ഞത്. ഇനി ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യം, വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അശ്രദ്ധയാണ്. ആദ്യമുണ്ടായിരുന്ന ശ്രദ്ധയില്ല, ആ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നു.
മറ്റൊന്ന് ജീവിതത്തിന്റെ പ്രശ്നം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഇവിടുന്ന് ചെതറിത്തെറിച്ച് റമദാനിന് ശേഷം പല ഭാഗങ്ങളിലേക്കും ദുനിയാവിന്റെ മഈശത്തിന്റെ പാച്ചലുകളിൽ ഓട്ടത്തിൽ മനുഷ്യനെ വഞ്ചിക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് ദുനിയാവിന്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്നു. ഇനി മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വെച്ച് വിലപിക്കുമെന്ന് പലപ്പോഴും നമ്മൾ കേട്ടതാണല്ലോ. യാ വൈലത്താ ലൈതനീ ലമത്തഖിദ് ഫുലാനൻ ഖലീല. അവനാണ് എന്നെ വഴിതെറ്റിച്ചത്. ആ രൂപത്തിൽ വഴിതെറ്റിക്കുന്ന ഒരുപാട് കൂട്ടുകാര്, അവര് ഏതെങ്കിലും തരത്തിലുള്ള രസകരമായ കാര്യങ്ങൾ പെരുന്നാളിന് തുടക്കം കുറിക്കുകയും പിന്നീട് ആവാസ്തരങ്ങളിലേക്ക് പോവുകയും പിന്നീട് അങ്ങനെ ലഹരിയുടെ പല വിധത്തിലുള്ള ലഹരിയുടെ ലോകങ്ങളിലേക്കും കടന്നു പോവുകയും നേരത്തെ നമ്മളൊരു മാസക്കാലം ശീലിച്ച സകലതിനെയും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ അത്തരം കൂട്ടുകാർ കാരണക്കാരായി തീരുകയും ചെയ്യുന്നു. കാരണം പരലോകത്ത് പറയുന്നത് കാണാം, വലഖദ് അളല്ലനി ബഅദ ദിക്രി വലഖദ് അളല്ലനി അനി ദിക്രി ബഅദ മാ ജാഅനി. എനിക്ക് ആ ബോധമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഉത്ബോധനത്തിൽ നിന്ന് നന്മയിൽ നിന്ന് അവനാണ് എന്നെ വഴിതെറ്റിച്ചു കളഞ്ഞത്. ഈമാനിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ചില വചനങ്ങളുണ്ട്. ഖാല നബിയു ഇന്നൽ ഖൽബ യസ്തുറു ബിൽ ഖതീഅതി കമാ യസ്തുറുൽ ഗമാമുൽ ഖമർ ഇദാ സാലൽ ഖമറു ലഹറൽ ഖമർ ഇദാ സാലൽ ഗമാം ലഹറൽ ഖമർ. ആകാശത്ത് മേഘാവൃതമായ അവസ്ഥ, വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രൻ, ആ ചന്ദ്രന്റെ മേഘാവൃതമായ അവസ്ഥ, ചന്ദ്രന്റെ തൊട്ട് മുകളിൽ അതിനെ പൊതിഞ്ഞുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ആ പ്രകാശപൂരിതമായ ചന്ദ്രന്റെ പ്രഭ മായ്ച്ചു കളയുന്നു. ഇതുപോലെ പാപങ്ങൾ മനുഷ്യ മനസ്സിന്റെ ശുദ്ധതയെ മായ്ച്ചു കളയും. നല്ലോണം ഓർമ്മിച്ചോളെ, മനുഷ്യ മനസ്സുകളുടെ ആ തെളിച്ചമുണ്ടല്ലോ ഈമാൻ, അതിനെ ദുർബലമാക്കാൻ പാപങ്ങൾ കടന്നു കയറും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസും കൂടി, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു തൗബുൽ ഖലിഖ ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും. വിശ്വാസം തീർച്ചയായും അത് നുരുമ്പി പോകും, ഇല്ലാതായി പോകും. ഏതുപോലെ വസ്ത്രം പഴതാകുമ്പോൾ നുരുമ്പി തീരുന്നത് പോലെ വിശ്വാസവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് നിലനിന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ പ്രാർത്ഥന എന്താണ്? ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം സുന്നത്തുകള്, ജമാഅത്ത് നമസ്കാരങ്ങള്, ഖുർആൻ പാരായണം, പ്രത്യേകിച്ച് ഇൽമിന്റെ സദസ്സുകൾ. റമദാനിൽ വെള്ളിയാഴ്ചകളിൽ രാവിലുള്ള സുബഹിക്കുള്ള ക്ലാസ് ഉണ്ടല്ലോ, ഖുർആൻ പാരായണവും വിശദീകരണവും. എത്ര ആളുണ്ടായിരുന്നു? ഇന്ന് എത്ര ആളുണ്ട്? എവിടെ പോയി നമ്മളുടെ ഈമാൻ? റമദാൻ കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടോ? ഓരോരുത്തരും ആലോചിക്ക്. ഇന്ന് എത്ര പേരുണ്ടായിരുന്നു? ഇത്രയും സുലഭമായ ഒരു അവസരം അത് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മളുടെ മനസ്സിലേക്ക് പകരം ചേക്കേറുന്നത് ഇവിടുന്ന് പിരിഞ്ഞു പോയതിനു ശേഷം ഫോണിന്റെ ടച്ചുകളിലായിരിക്കാം, വെറുതെ കടന്നുറങ്ങുന്നതായിരിക്കാം, യാതൊരു കാര്യവുമില്ലാതെ അലസമായി ജീവിക്കുന്ന രൂപത്തിലേക്കായിരിക്കാം. അപ്പൊ ഇൽമിന്റെ സദസ്സുകളിൽ അത് നഷ്ടമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദിക്റുകള്, ഇസ്തിഗ്ഫാറുകള്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. സഹോദരങ്ങളെ, വൻദോഷങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ
അധികം ആളുകൾക്കും അത് വരാറില്ല. വരുന്നവരുണ്ടാകാം, അവർ തൗബ ചെയ്യുക. എന്നാൽ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള 5 നേരവും പള്ളിയിൽ വരുന്ന, നമസ്കരിക്കുന്ന, ജമാഅത്ത് നടത്തുന്ന, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ആളുകൾക്കുണ്ടാകുന്നത് ചെറുപാപങ്ങളാണ്. അത് സാരല്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, ഒരു യുദ്ധം കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട്, അവര് ഭയങ്കര ക്ഷീണത്തിലാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ആരോടും പറഞ്ഞറിയിക്കേണ്ടതില്ല. സ്വന്തം ശരീരത്തെ റബ്ബിന്റെ മാർഗത്തിൽ അർപ്പിക്കാൻ സന്നദ്ധമായി പലരും ഷഹീദായി. അങ്ങനെ എല്ലാ നിലക്കും മരണപ്പെട്ടാൽ സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലമില്ല. അത്ര പുണ്യകരവും ക്ലേശകരവുമായ ഈമാൻ പരിശോധിക്കപ്പെടുന്ന ആ യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ർ നമസ്കാരത്തിന് ഒളു എടുക്കുമ്പോൾ ആ സഹാബത്തിനോട് പറയുന്നത് എന്താ? വൈലുൽ അഖാബി മിനന്നാർ. മടമ്പിന്റെ കാലിൽ വെള്ളമെത്താതെ ഒളു എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കാകുന്നു നാശം, നരകം. വളരെ ചെറുതാ, സാരല്ലേ? വളരെ ചെറുതാണോ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്ര പോലും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണം എന്താ? ഓരോ തുള്ളി വെള്ളം ചേർന്നതാണ് സമുദ്രം. ഭീമാകാരങ്ങളായ കപ്പലിനെ കൊണ്ടുപോകുന്ന, ലോകത്തിന്റെ 3/4 ഭാഗവും ഭൂമിയുടെ 3/4 ഭാഗവും കടൽ എന്നറിയപ്പെടുന്ന, അത് ഓരോ തുള്ളി വെള്ളം ചേർന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന ചെറിയ ചെറിയ പാപങ്ങളെ സൂക്ഷിക്കണം. അത് വൻ കടലായി മാറും. നാളെ പരലോകത്ത് നമ്മളെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുമെന്ന്. ഇനി നിങ്ങൾ നോക്ക്, ഇന്നൽ മുഅ്മിന യറാ മിൻ ദുനൂബിഹി കഅന്നഹു ഖാഇദുൻ തഹത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ, അയാൾ ഒരു ചെറിയ പാപത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും അറിയോ? ഒരു വലിയ പർവ്വതം, ആ പർവ്വതത്തിന്റെ തൊട്ട് താഴെ അയാൾ നിൽക്കുന്നു. ഏതവസരത്തിലും അതിശക്തമായി കോരിച്ചെറിയുന്ന മഴയത്ത് ആ പർവ്വതം ഉരുൾപൊട്ടി തകർന്ന് തരിപ്പണമായി തന്നെ നശിപ്പിച്ചേക്കാം, ഉണ്ടായേക്കാം എന്ന ഭീതിതമായ പേടിപ്പെടുത്തുന്ന ആ രംഗമില്ലേ? ഇതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ പാപങ്ങൾ വരുന്നതിനെ അയാൾ ഭയപ്പെടുന്നത്. വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി ഫഖാല ബിഹി ഹകദാ ഐദഫഅഹു ബിയദിഹി. റസൂലുള്ളാഹ് പറയുന്നത്, ഒരു ദുഷ്ടനായ മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദോഷം വരുന്നത് മൂക്കിന്മേലൊരു ഈച്ച വരുന്നതിന് സമാനമാണ്. അയാൾ വിരൽ കൊണ്ട് അങ്ങ് തട്ടിക്കളയും. ഇത്രയേ ഉള്ളൂ അയാൾക്ക് പാപത്തെ സംബന്ധിച്ചുള്ള ബോധം. മുഅ്മിനാണെങ്കിലോ അയാൾ അത്ര സൂക്ഷ്മത പാലിച്ച് എന്റെ ജീവിതത്തിൽ വരരുതേ എന്ന് കൃത്യമായും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയാണത്. അല്ലാഹുവേ ഈ ഹൃദയത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ. ഹൃദയം എന്ന് പറഞ്ഞാൽ തന്നെ കൽബ് എന്ന് പറഞ്ഞാൽ മാറുന്നത് എന്നാ. നല്ലൊരു വാഴ് കേട്ടാൽ കണ്ണെന്ന് കണ്ണീരിങ്ങനെ മുറിഞ്ഞു വീഴും. അതേ മനുഷ്യൻ തന്നെ പുറത്തേക്ക് എറിയ 1 മണിക്കൂർ കഴിഞ്ഞ് അപ്പുറത്ത് ഒരു കോമഡി കണ്ടാ പൊട്ടിച്ചിരിക്കും. ഇതാണ് ഹൃദയം എന്ന് പറയുന്നത്, മാറിക്കൊണ്ടേയിരിക്കുന്നത്. കൽബ്, ആ പദത്തിന് അർത്ഥം തന്നെ അതാണ്. അതുകൊണ്ട് താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ തന്നെ ചെവികളിലൂടെ, കർണപുടങ്ങളിലൂടെ, കണ്ണുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, വിശ്വാസകാര്യങ്ങളിലൂടെ സ്വാധീനിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നിരീശ്വരവാദികളുടെ സംസാരമാകാം, എക്സ് മുസ്ലിങ്ങളാകാം, അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവരാകാം, അതുപോലെ തന്നെ നമസ്കാരത്തിൽ മൈൻഡ് ചെയ്യാത്തവരാകാം, സദഖയും സക്കാത്തും പരിഗണിക്കാത്തവരാകാം. ഈ ആളുകളിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും നിലക്കൊക്കെ നമ്മളെ സമീപിക്കുകയോ നമുക്ക് അത്തരത്തിൽ തിന്മയിലേക്ക് വഴിമാറാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകും.
അതുകൊണ്ട് തന്നെ ആ അവസരത്തിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്താണത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്നെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഉണ്ടല്ലോ സൂറത്ത് യൂസുഫിൽ അതിഭയാനകമായ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് അതിന് വശംവദനാകേണ്ടി വന്ന ഒരു വലിയ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം പറഞ്ഞെന്താ? മനസ്സ് എന്ന് പറയുന്നത് തിന്മയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അത് മനുഷ്യ പ്രകൃതമാണ്. ആ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്ത, ലോകത്താർക്കും കിട്ടാത്ത ഹിദായത്ത് ഞങ്ങൾക്ക് കിട്ടി. ഒരു അനുഗ്രഹം തന്നെയാണത്. അതുകൊണ്ട് അതിൽ നിന്ന് തെറ്റിച്ച് കളയാത്ത വിധത്തിൽ ഞങ്ങളെ ഹൃദയത്തെ നീ അതിൽ പിടിച്ചു നിർത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട കാര്യമുണ്ട്. അഖാഫു അലാ ഉമ്മത്തി മിൻ ബഅദി സലാസ. 3 കാര്യങ്ങൾ എന്റെ സമുദായത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു. ളലാലത്തുൽ അഹ്വാ, ഇച്ഛകൾക്ക് വിധേയമായി, മനസ്സുകൾക്ക് വിധേയമായി, തോന്നിവാസങ്ങൾ പ്രേരിപ്പിക്കുന്ന മനസ്സിന് വിധേയമായി തെറ്റ് ചെയ്യുന്ന സാഹചര്യം. അതേപോലെ തന്നെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയും ആ ആഗ്രഹങ്ങൾ തെറ്റോ ശരിയോ എന്ന് പരിശോധിക്കാതെ അതിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഏതൊക്കെ വിഷയങ്ങളിൽ? ഫിൽ ബുതൂനി വൽ ഫറജ്. അർത്ഥവത്താണ് ആ 2 പദപ്രയോഗങ്ങളും. വയറിന്റെ കാര്യത്തില്, സമ്പാദ്യത്തിന്റെ വിഷയത്തില്, ഭക്ഷണത്തിന്റെ വിഷയത്തില് യാതൊരു ഹഖും ബാത്തിലും നോക്കാതിരിക്കുക. വൽ ഫറജ്, ഗുഹ്യാവയവത്തെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ കണ്ണ് മുതൽ ഗുഹ്യാവയവം വരെയുള്ള സകല ശരീരത്തിന്റെ അവയവങ്ങളെയും നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എന്റെ സമുദായത്തിന് തെറ്റുണ്ടാകുമെന്ന് അവരുടെ വിഷയത്തിൽ ഞാൻ ഭയപ്പെടുന്നു. വൽ ഗഫ്ലത്തു ബഅദൽ മഅരിഫ. 3-മത്തത് അതിനേക്കാൾ പ്രധാനം. അതെന്താ? ഈ കാര്യങ്ങളൊക്കെ അറിയാം, എന്നിട്ട് അശ്രദ്ധമായി പോവുക. ഈ കാര്യങ്ങളൊക്കെ അറിയാം, അശ്രദ്ധമായി പോവുക. എന്തുമാത്രം ഭയങ്കരാണത്. അതുകൊണ്ട് മുഅ്മിനായ ആളുകൾ ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ദീനീ വിഷയങ്ങളിൽ അശ്രദ്ധ വിളിച്ചു വരുത്തുകയും അങ്ങനെ അശ്രദ്ധയിൽ ജീവിക്കുകയും ചെയ്താൽ ശിക്ഷ റബ്ബിന്റെ അടുക്കൽ നിന്ന് വരും. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അഖദ്നാഹും ബഗതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. നാം അവർക്ക് നൽകിയിട്ടുള്ള ആ ഉത്ബോധന കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് അവർ മാറിക്കളഞ്ഞപ്പോൾ, അവരത് മറന്നുപോയപ്പോൾ അവർക്ക് നേരെ എല്ലാ തരത്തിലുള്ള സുഖാഡംബര സൗകര്യങ്ങളും നാം അവർക്ക് അയച്ചിട്ട് കൊടുത്തു. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും. അങ്ങനെ അവർ അതിൽ ദുനിയാവിന്റെ സുഷുപ്തിയിൽ ആറാടി നൈമിഷിക സുഖങ്ങൾ അതിന്റെ പിന്നാലെ പോയി അള്ളാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് മാറി ജീവിച്ചപ്പോൾ അഖദ്നാഹും ബഗ്തതൻ, അവരെ നമ്മൾ പെട്ടെന്ന് പിടികൂടി. ഫഇദാഹും മുബ്ലിസൂൻ, അപ്പോൾ അവർ ആശയറ്റവരായി, നിലവിളിക്കുന്നവരായി. ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾ മറന്ന് ജീവിച്ചാൽ ശിക്ഷ ആയിരിക്കും അവസരം ഉണ്ടാവുക. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങൾ റമദാനിൽ സ്വീകരിച്ച് ആചരിച്ച് ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടിയതുപോലെ അതിന്റെ ശേഷവും ജീവിതകാലം മുഴുവനും അതേ രൂപത്തിൽ നിലനിർത്തി കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകണം.
الحمد لله نحمده ونستعينه ونستعين به ونتوكل عليه اللهم صل على محمد وعلى ال محمد ايها الناس اوصيكم ثانيا وإياي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുന്നത്. ഒരു ഹദീസ്, ദീർഘമായ ഹദീസാണ്. ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകളെ പറ്റി ഞാൻ അറിയിച്ചു തരട്ടെയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഅ്തൂന യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ അവർ വരും, ബിഹസനാത്തിൻ, കുറേ നന്മകളുണ്ട്. അങ്ങനെ ആ നന്മകളെയും അവർ ചെയ്ത ഗുണഗണങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ അംസാല ജിബാല തിഹാമ, അംസാല ജിബാല തിഹാമ, അതായത് മക്കയിലെ മദീനയിലെ വെള്ള കല്ലുകളാൽ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതമുണ്ട്, തിഹാമ പർവ്വതം. അതാ ബൈളാ, കണ്ട വെള്ള, അതുപോലെ അത്രമാത്രം ഉയർന്ന നിലയിലുള്ള ഒരുപാട് ഇബാദത്തുകൾ, ആ ഇബാദത്തുകളുമായിട്ടാണ് അവർ വരുന്നത്. കേട്ടുവെച്ചോ എല്ലാവരും, ഞാൻ നിങ്ങളൊക്കെ അതിനെ അള്ളാഹു എടുത്തിട്ട് ആ ഇബാദത്തുകളെ കാറ്റിൽ ധൂളിയാക്കി പറത്തിക്കളയും പടച്ച തമ്പുരാൻ. ഖാല തൗബാൻ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, ആരാണ് നബിയെ? ആർക്കാണ് ഇത്ര കൂടുതൽ ഇബാദത്ത് ചെയ്തിട്ട് നഷ്ടം സംഭവിക്കുന്നത്? ആർക്കാണ് നബിയെ? ആ ആളുകളെ സംബന്ധിച്ചൊന്ന് ജുല്ലഹും ലനാ, അവരെ പറ്റി ഞങ്ങൾക്കൊന്ന് അറിയിച്ചതാ. അല്ല നകൂന മിൻഹും, അവരിൽ ഞങ്ങൾ പെട്ടുപോകാതിരിക്കാനാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും, അവരാരാന്നറിയോ? ഇഖ്വാനുക്കും, നിങ്ങളെ സഹോദരങ്ങളായ മുഅ്മിനുകളായ മുസ്ലിംകളായ ആളുകളാണ്. ഒമിൻ ജിൽദത്തിക്കും, നിങ്ങളെ തൊലിയുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഈമാനുള്ള ആൾക്കാർ തന്നെ. നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന പോലെ അവരെമ്പാടും നിസ്കരിച്ചിട്ടുണ്ടാവും. പിന്നെയോ, പിന്നെ അതുപോലെ രാവും പകലുമൊക്കെ ഇബാദത്തുകളിൽ മുഴുകി അങ്ങേയറ്റം നർമ്മ ചെയ്ത് നിങ്ങൾ സ്വീകരിച്ചതുപോലെ ഇബാദത്ത് സ്വീകരിച്ച ആളുകൾ. വലാകിന്നഹും അഖ്വാമൻ, ഇന്ന് അവർക്കുള്ള പ്രശ്നം എന്താ അറിയോ? ഇദാ ദഖലൂ ബിമഹാരിമല്ലാഹ്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചാൻസ് കിട്ടിയാൽ ഇന്തഹഖൂഹാ, അതവർ ചെയ്യും. അതിനവർ മറ പൊട്ടിച്ച് നേരത്തെ സ്വീകരിച്ച എല്ലാം ഒഴിവാക്കി ഇബാദത്തുകൾ തകർന്ന് തരിപ്പണമാകത്തക്ക വിധത്തിൽ അവർ ആ തിന്മ അവസരം കിട്ടിയാൽ ചെയ്യും. ആലോചിക്കുക, നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ കഴിഞ്ഞ് 6 നോമ്പ് പ്രത്യേകമായ സുന്നത്തുണ്ട്. അതൊരു വർഷം എടുത്തതിന്റെ പ്രതിഫലമാണ്. ഒരൊറ്റ വർഷം നോമ്പെടുത്തതിന്റെ പ്രതിഫലം ഹദീസിൽ തന്നെ വന്നത്. ഇനി അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചാൽ 2 സന്തോഷം നോമ്പ് തുറക്കുമുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ആർക്കാ? നോമ്പുകാർക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. റമദാൻ നോമ്പുകാർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ലിസ്വാഇമി ഫർഹത്താൻ, ആ അവസരം അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതുപോലെ തന്നെ ഇബാദത്തുകള് അതിനോട് തൊട്ടുടനെ തന്നെ വീണ്ടും ഇബാദത്ത് ചെയ്യുമ്പോൾ ആദ്യത്തത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഖുത്ബ കേൾക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ആലോചിക്കുക, ഇത്രയും നല്ലൊരു ചാൻസ് ഉണ്ടായിട്ട് മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ എത്ര ആളുകൾ നോമ്പെടുത്തിട്ടുണ്ട്. ഇനി അത് എടുക്കല് തുടർച്ചയായിട്ട് വേണമെന്നില്ല. മനത്തുബ സിത്തൻ എന്ന പ്രയോഗിച്ചെങ്കിൽ പോലും പണ്ഡിതന്മാർ കൃത്യമായും വിശദീകരിച്ചത് കാണാം. ഈ ശവ്വാലിലെ പിന്നെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെയുള്ള ആദ്യത്തെ 6 ദിവസം, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. 2, ഒരാൾക്ക് ആദ്യത്തെ ഒരു ദിവസം പെരുന്നാൾ കഴിഞ്ഞ് 2-ാം ദിവസം അല്ലെ 3-ാം ദിവസമാണ് നോൽക്കുന്നത്, പിന്നെ ആൾ 4 ദിവസം കഴിഞ്ഞിട്ടോ, കുഴപ്പമില്ല, വിരോധമില്ല. അങ്ങനെ 6 ദിവസം പൂർത്തിയാക്കുന്നതിന് ആ മാസത്തില് ഏത് ദിവസമാണെങ്കിലും 6 ദിവസം പൂർത്തിയാക്കുന്നതിന് വിരോധമല്ല. നല്ല കാര്യം തന്നെയാണ്, പ്രതിഫലം കിട്ടും. ഏറ്റവും ശ്രേഷ്ഠം ആദ്യം പറഞ്ഞ വിധത്തിൽ. എന്നാൽ ഒരാൾക്ക് ഫർള് നിർവഹിക്കാനുണ്ട് എങ്കിൽ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഏറ്റവും സവാബായ, ശരിയായ, അഫ്ളലായ രൂപം ആദ്യം ഫർള് നിർവഹിക്കുക എന്നതാണ്. അതിന്റെ ശേഷം, കാരണം മൻ അത്ബഅ സിത്തൻ മിൻ റമളാൻ എന്നാ പറഞ്ഞത്.
റമദാനിനോട് ചേർന്ന്. അപ്പൊ റമദാൻ ഫുള്ളായാലല്ലേ ആ ചേർന്ന് വരൽ നടക്കൂ. അതുകൊണ്ട് റമദാൻ ഫുള്ളാക്കുക, നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് വീട്ടിക്കൊണ്ട് അതിന്റെ ശേഷം അതിനെ തുടർത്തുക എന്ന വശമാണ് പണ്ഡിതന്മാർ ഏറ്റവും ശരിയായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അല്ലാതെ ഫർള് ബാക്കിയുണ്ട്, എന്നാൽ ഒരാൾ 6 നോമ്പ് എടുത്തു, അത് ഫർള് പൂർത്തിയാക്കാതെ 6 നോമ്പിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് എങ്കിൽ ശ്രേഷ്ഠത കുറയും, പ്രതിഫലം കിട്ടുമെന്നതിൽ സംശയമില്ല. ഇതാണ് ഇത് സംബന്ധമായി സംക്ഷിപ്തമായി മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ വർഷം മുഴുവൻ നോമ്പെടുക്കുന്ന പ്രതിഫലം അത് നഷ്ടപ്പെടാത്ത വിധത്തിൽ നേരത്തെ നമ്മൾ ശീലിച്ചു വന്ന ആ നോമ്പിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യവും സൂക്ഷ്മവുമായ നിലക്ക് ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബേ, ഒരുപാട് പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ വന്നവരാണ്. നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് നീ ഞങ്ങൾക്കതെല്ലാം പുറത്തു തരികയും ഞങ്ങളുടെ ഇബാദത്തുകൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. സകല രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ്. അവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകുകയും ഞങ്ങളുടെ നാട്ടിൽ പോലും ഞങ്ങൾ ഭയാനകമായ ന്യൂനപക്ഷ പീഡന പ്രശ്നങ്ങളുമായി പ്രതിസന്ധികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഖഫ് പോലെയുള്ള വിഷയങ്ങളിൽ, ദീനീ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു കയറി എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളും സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായി അതിനെ ചെറുത്തു നിൽക്കാനും മുഅ്മിനുകളായി ജീവിച്ച് മരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യവും നിർഭയത്വവും ഞങ്ങളുടെ നാട്ടിൽ നിലനിൽക്കുവാനും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين.